ഹായ് ഗൈസ്, ഹോപ്പ് യു ഓൾ ഫൈൻ. ഞങ്ങളങ്ങനെ ഗോവയിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഉടുപ്പിയിലേക്കാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഉടുപ്പിയിലെ കുറച്ച് വിശേഷങ്ങളുള്ള വീഡിയോ ആണിത്. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച 1 മണി 1:30 ആകുമ്പോഴേക്കും ഉടുപ്പിയിലേക്ക് എത്തി. ജസ്റ്റ് ഫ്രഷപ്പ് ആവാനുള്ള ഒരു സ്ഥലം തപ്പി ഇറങ്ങിയതാണ്. അമ്മ ഇറങ്ങണം, അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മ കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഒരു കൃഷ്ണൻ്റെ ശിലയാണത്. ലൈക്ക് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ടത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ശ്രീ ജയദുർഗ എന്ന് പറഞ്ഞിട്ടൊരു ഡോർമെട്രി ബുക്ക് ചെയ്തു. പക്ഷെ അതൊരു ഡോർമെട്രി ആയിരുന്നില്ല, അവരങ്ങനെയാണ് പറഞ്ഞത്. ജസ്റ്റ് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമായിരുന്നു അത്. വലിയ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു 600 ഒക്കെയാണ്. അപ്പോൾ അതിനത് ഡബിൾ ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അങ്ങനെ ഫ്രഷായി, അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നേരെ ഇപ്പം ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഓട്ടോ എടുത്തിട്ട് വേണം പോവാൻ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിലേക്ക് എത്തി. നട്ടപ്പന്തൽ തന്നെ അപാരം കേട്ടോ, എന്തൊരു ഭംഗി അറിയോ കാണാൻ. നമ്മൾ ഗുരുവായൂരിൽ വരുന്ന പോലെ തന്നെ ഇത് വേറൊരു ഫീലാട്ടോ. അതെങ്ങനെ പറയണ്ടതെന്ന് എനിക്കറിയില്ല. ബട്ട് പറ്റുന്നവർ ശ്രീകൃഷ്ണ ഭക്തന്മാരെല്ലാവരും വന്നവർക്ക് അറിയായിരിക്കും. ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്റ്റിംഗ് പോയിൻ്റ് ആട്ടോ ഈ അമ്പലക്കുളം. ഭയങ്കര രസമാണ്. അത് ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാളും നമ്മൾ നേരിട്ട് പോയി കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു അമ്പലക്കുളത്തിന് ചുറ്റിലുമുള്ള ഈ 4 വഴികളും നടപ്പാതയാണ്. അപ്പോൾ ഈ 4 വഴികളും ചുറ്റി പോയിട്ട് മാത്രമേ നമുക്ക് കണ്ണനെ കാണാൻ പറ്റുള്ളൂ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു സ്റ്റെപ്സിൽ നിറച്ചും ബുക്സ് വെച്ചിട്ട് കണ്ടു. ഭഗവത്ഗീതയാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാൻ ഞാൻ ജസ്റ്റ് ആ കൗണ്ടറിലൊന്ന് ചോദിച്ചു. അപ്പം അവിടുത്തെ ഒരു വഴിപാടൊക്കെ പോലെ നടത്തുന്ന ഒരു സംഗതിയാണിത്. അതായത് അവിടുന്ന് ഒരു ഭഗവത്ഗീതേൻ്റെ ബുക്ക് തരും. സംതിങ് 6 ഭാഷകളിലൊക്കെ ഉണ്ട്. ഏത് ഭാഷയിലാണെങ്കിലും നമുക്ക് ആ ബുക്കും തരും. അത് നോക്കി എഴുതാനുള്ളൊരു നോട്ട് ബുക്ക് പോലത്തെ ഒരു ബുക്കും നമുക്ക് സ്പെഷ്യലായിട്ട് തരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനകത്ത് അത് എഴുതിയിട്ട് തിരിച്ച് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കാം. അപ്പോൾ അവിടുന്ന് പൂജിച്ചിട്ട് വീണ്ടും അത് നമുക്ക് തിരിച്ചു തരും. ജസ്റ്റ് കൗണ്ടറിൽ പോയി ഞാൻ ചോദിച്ചതാണ്. ബട്ട് ഞാനും അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായി അവിടുന്ന് ബുക്ക് വാങ്ങിച്ചു. കോടി ഗീത ലേഖന യജ്ഞം, അതാണ് അതിൻ്റെ പേര്. അങ്ങനെ ഞാനും അതിൽ ഇപ്പോൾ ജോയിൻ്റ് ആയിട്ടുണ്ട്. മഴയത്ത് നനഞ്ഞു. ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ കയറുമ്പോൾ വലിയ റഷിലായിരുന്നു, ബട്ട് ഇപ്പം നല്ല റഷ് കൂടി വരുന്നുണ്ട്. ഇവിടെ കണ്ടൊരു വേറൊരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യം കേട്ടോ. ഇത് നമ്മൾ ഡാൻസിനൊക്കെ മേലെ ഉച്ചിപ്പൂവിൻ്റെ മേലെ വെക്കുന്ന പൂ പോലത്തെ സാധനമാണിത്. ബട്ട് ഇതൊരു ആർട്ട് തന്നെയാണ് കേട്ടോ. ഇത് കെട്ടിയ സ്റ്റൈൽ കണ്ടോ, നമ്മൾ കറക്റ്റ് ഭരതനാട്യത്തിനൊക്കെ തലയിൽ വെക്കുന്ന പൂ പോലെ ഒറിജിനൽ പൂ കേട്ടോ. അതാണ് ഒറിജിനൽ പൂവാണ് അങ്ങനെ കെട്ടിയത്. ആദ്യം ഞാനും വിചാരിച്ചു മറ്റേതാണെന്ന്, പക്ഷേ അല്ല, പ്ലാസ്റ്റിക് പൂവല്ല, ഇതൊക്കെ ഒറിജിനൽ പൂക്കളാണ്.
ഓരോ സ്ഥലങ്ങൾ പോയാലും അവിടുത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കളക്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. ബട്ട് ഇവിടുന്ന് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. ഇവിടുത്തെ ഇഡ്ഡലിപ്പൊടി, പിന്നെ ഒരു ചെറിയ പപ്പടമൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ മാത്രമേ ഞാൻ ഈ പ്രാവശ്യം ഇവിടുന്ന് കളക്ട് ചെയ്തുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളങ്ങനെ നേരെ ഒരു ഹോട്ടലിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ചു. വളരെ റേറ്റ് കുറവായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ കഴിച്ചതിൽ വെച്ച് കുറച്ച് റേറ്റ് കുറഞ്ഞ ഹോട്ടൽ ഇതായിരുന്നു. അങ്ങനെ ആ ഒരു മഴയൊക്കെ ചോർന്നിട്ടുള്ള ആ ഒരു ക്ലൈമറ്റിൽ ആ ഒരു ബസ് സ്റ്റാൻഡിൽ കൂടെ ഒക്കെ നടന്ന് മെല്ലെ കൊല്ലൂരേക്കുള്ള ബസ്സാണ് കയറിയത്. ബട്ട് ഡയറക്റ്റ് കൊല്ലൂരേക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം.